അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫൈനലി ക്രാഫ്റ്റ് പഠിക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അനന്തപുരി ആൻറ്റി ക്രാഫ്റ്റ്. ഇതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കമലേശ്വരം പരുത്തിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ക്രാഫ്റ്റ് ഉണ്ട്, ആർട്ട് വർക്ക്സ് ഉണ്ട്. അപ്പോൾ അച്ഛനും ഇതേ തൊഴിലായതുകൊണ്ട് തന്നെ അച്ഛൻ ഓരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ കൊണ്ട് വിട്ടിട്ട് പേരൻസ് എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സങ്കടം. പിന്നെ ഒരു 15 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ഓർത്ത് ഞങ്ങളങ്ങ് സമാധാനിച്ചു. അങ്ങനെ കുഞ്ഞാനെയൊക്കെ കയ്യിലെടുത്ത് നോക്കി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് നമുക്ക് ഫുഡ് സെറ്റായിട്ടില്ലായിരുന്നു. സോ ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കിന് ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇതേ പ്ലെയിനൊന്നും കണ്ടിട്ടില്ലാത്ത പിള്ളേരെ പോലെയായിരുന്നു കേട്ടോ. ഓരോ പ്ലെയിൻ പോകുമ്പോഴും ഞങ്ങളുടെ സന്തോഷം. അങ്ങനെ ഒരു തട്ടുകട കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ഡേ. കഴിഞ്ഞ ഇൻറ്റേൺഷിപ്പ് നല്ല ബോറിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഈ ഇൻറ്റേൺഷിപ്പ് കുറച്ചുകൂടെ വൈബാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് സെറ്റായത് നമ്മുടെ PG എല്ലാം വേറെ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ രാവിലെ ഫ്ലൈറ്റും കണ്ട് ടെറസിൽ പോയി ഡാൻസ് കളിക്കലായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഹോബി എന്ന് പറയുന്നത്. ടെറസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നെങ്കിലും നമുക്ക് ഈ ഫോൺ എവിടെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഒരിടത്തും വെച്ചിട്ട് നമുക്കങ്ങ് സെറ്റാകുന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് അങ്ങനെ ഫൈനലി നമുക്കൊരു കുരുട്ടുകുത്തി കിട്ടി. അതാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഒരു കമ്പ് കിടപ്പുണ്ടായിരുന്നു. ആ കമ്പ് നമ്മൾ ടാങ്കിലെടുത്ത് ഇതുപോലെ ഒന്ന് കൊണ്ട് വെച്ച് കേട്ടോ. എന്നിട്ട് അതിൽ ഫോൺ വെച്ച് നോക്കിയപ്പോഴത്തേക്കിനും ഓക്കെ എന്നുള്ളൊരു സെറ്റപ്പിൽ അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കളിച്ച് നേരെ താഴെ വന്നപ്പം നമുക്കുള്ള കട്ടൻ ചായയായിട്ട് PGയിലെ ചേച്ചി വന്നിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വീഡിയോ ഒക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തു. അപ്പോൾ